നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. 15 ലക്ഷം കോടിയാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ആയി പോയിട്ടുള്ളത്. ഇന്ത്യ വിക്സ് 2015 ശേഷം നടത്തിയ ഏറ്റവും വലിയൊരു സ്പൈക്ക് 50% ഇന്ത്യ വിക്സ് സ്പൈക്ക് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് കണ്ട ഫോള് ഇലക്ഷൻ്റെ സമയത്ത് ആ ഒരു എക്സിറ്റ് പോൾ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഫോളിന് സമാനമായ രീതിയിലാണ് ഫോള് ഉണ്ടാക്കിയിട്ടുള്ളത്. ചുരുക്കം ചില FMCG സ്റ്റോക്കുകളിൽ ചെറിയ ഒരു റാലി എന്ന് പറയാൻ സാധിക്കില്ല. ആളുകൾ പാനിക്കായിട്ട് FMCG സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റുള്ള എല്ലാ ഇൻഡെക്സും സ്റ്റോക്കുകളും ടാറ്റ മോട്ടോഴ്സ്, സ്റ്റീൽ, IT അല്ലെങ്കിൽ ഡിഫൻസ്, ആളുകൾ എപ്പോഴും വിശ്വസിച്ച് പോകുന്ന മസഗോൺ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, HAL അങ്ങനെയുള്ള എല്ലാ മേഖലയിലും വളരെ സീവിയർ ആയിട്ടുള്ളൊരു ഫോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വലിയൊരു ന്യൂസ് കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരിക്കാം നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നില്ല. നിഫ്റ്റിയുടെ PE 25 ടച്ച് ചെയ്ത സമയത്ത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം, മാർക്കറ്റ് വാല്യുവേഷൻ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ന്യൂസിൽ പല സമയങ്ങളിലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നിട്ടുള്ളത് നമുക്ക് ആർക്കും എക്സ്പെക്റ്റ് ചെയ്തൊരു കാര്യമല്ല. ഗ്ലോബൽ മാർക്കറ്റ് ഇഷ്യൂ ഉണ്ടായി. ജപ്പാൻ മാർക്കറ്റ് ഇന്നൊരു സിംഗിൾ ഡേ കൊണ്ട് 12% കേട്ടോ ഫോൾ ആയിട്ടുള്ളത്. 12% ഒരു ഇൻഡെക്സ് ഫോൾ ആകുക. ക്രിപ്റ്റോയിലും സമാനമായ അവസ്ഥയാണ്. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കാം. അതിനുശേഷം മറ്റുള്ള ഡീറ്റെയിൽസിലേക്ക് വരാം. നിഫ്റ്റിയുടെ ചാർട്ട് ഇപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിൽ നിന്ന് 800 പോയിൻറ്റും തലേന്നുള്ള, അതായത് വെള്ളിയാഴ്ചയിൽ ആ ഒരു റേഞ്ചിൽ നിന്ന് ഏകദേശം ഒരു 1105 പോയിൻറ്റിൻ്റെയും ഒരു ഫോളാണ് 2 ദിവസം കൊണ്ട് മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് വെള്ളിയാഴ്ച ദിവസവും ഇന്നും കൂടി ചേർത്താണ് 1105 പോയിൻ്റ് അഥവാ 4.42%. ഇന്ന് മാത്രം ഓൾമോസ്റ്റ് ഒരു 3% ഒരു ഫോള്. പക്ഷേ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു വശമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തല്ലോ, നിഫ്റ്റി ഫർദറായിട്ട് 250 പോയിൻറ്റ് ഫോൾ ആയിട്ടുണ്ട്. ആക്ച്വലി ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിഫ്റ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സീവിയർ ഫോളോ കണ്ടിട്ടുള്ളത് ടാറ്റ മോട്ടോഴ്സ് 7%, ONGC, അദാനി പോർട്ട്, ടാറ്റ സ്റ്റീൽ, ഹിൻഡൽകോ 5 മുതൽ 7% വരെയുള്ള ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ കാണാം ഒരു സിംഗിൾ ഡേ കൊണ്ട് 15%. കൂടാതെ തന്നെ താഴെയുള്ള ഓസ്ട്രേലിയ 3.5%, ചൈന 1.5%, കൊറിയ 8.5%, നിക്കി 13%, ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2% ഇടിഞ്ഞു. ഇന്ത്യ വിക്സ് കാണാം 42% സ്പൈക്ക് ഉണ്ടായി 20%. ജർമ്മൻ, UK, ഫ്രാൻസ് മാർക്കറ്റുകൾ വീരിടിവാണ്. അപ്പോൾ ഒരു ഇൻഡെക്സ് ജപ്പാൻ മാർക്കറ്റ് ഒരു ദിവസം കൊണ്ട് 12%, അതിലേക്ക് മറ്റുള്ള കൊറിയ 8%, ഭീതിപ്പെടുത്തുന്ന ഭീകരമായിട്ടുള്ള ഇടിവാണ് ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. അപ്പോൾ പേരിന് ചെറിയ ഇടിവാണ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് ഇന്നലെ വരെ. പക്ഷേ ഇന്ന് നല്ല ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഇന്ന് നിഫ്റ്റിയും കൂടി ഇടിയുകയാണെങ്കിൽ, നാളെയും ഒരു ഗ്യാപ് ഡൗൺ ആണെങ്കിൽ, കഴിഞ്ഞ ഒരു 4 ദിവസം കൊണ്ട് നല്ലൊരു കറക്ഷൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. US മാർക്കറ്റിലും ഭീകരമായിട്ടുള്ള ഇടിവാണ്. ഡോയെല്ലാം തന്നെ 40,000 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് സോണെല്ലാം തന്നെ പൊട്ടി താഴെ പോയിട്ടുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു റീസണാണ് ഉള്ളത്. മിഡിൽ ഈസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ 3-4 ദിവസവും പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. പുതിയതായിട്ടൊരു പുത്തൻ റീസണൊന്നും എടുക്കാനില്ല. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ പ്രധാനമായിട്ടും ജപ്പാൻ അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തിട്ടുള്ളത്, ഓവർ വാല്യുവേഷൻ. നിഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ PE റേഷ്യോ സ്പൈക്ക് ആയിട്ടുണ്ട്. ഇവിടെയും ഓവർ വാല്യുവേഷനാണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഹണിമൂൺ പീരീഡ് ആയിരുന്നു ഇത്ര നാളുണ്ടായിരുന്നത്. ഏത് സ്റ്റോക്ക് വാങ്ങിച്ചാലും മുകളിലേക്ക് പോകാം. നമ്മളുടെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഗവൺമെൻറ് 3-ാം തവണയും ഹാട്രിക്ക് വിജയം ഉണ്ടാക്കിയിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ ഒരു സഖ്യകക്ഷികൾ ആ ഒരു ഘടകം നിലനിൽക്കുമ്പോൾ തന്നെ 3-ാമതും ഹാട്രിക്കിൽ വന്നല്ലോ. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. US മാർക്കറ്റിലാണെങ്കിലും ബൈഡൻ പിന്മാറി ഇപ്പോൾ ട്രംപ് തന്നെ വരുന്നു. അപ്പോൾ ഇനീഷ്യലി ആ ഒരു നെഗറ്റിവിറ്റി ഉണ്ടായെങ്കിൽ കൂടിയും ബിസിനസ് മേഖലയിലേക്ക് ട്രംപ് വരുന്നതാണ് ഗുണമെന്നുള്ളതാണ് പൊതുവേ ഉള്ളൊരു അനുമാനം. അപ്പോൾ അതും അവിടെ സംഭവിച്ചു. US-ലും GDP ബെറ്റർ ആയിരുന്നു. ജോബ് ഡേറ്റ ആയിരുന്നു കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ജെറോം പൗൽ ഓൾറെഡി തന്നെ പ്രോമിസ് ചെയ്ത പോലെയാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത സെപ്റ്റംബറിൽ റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അവിടെയും കംഫർട്ടബിളായ രീതിയിലായിരുന്നു. പക്ഷേ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ ഒരേ സമയം തന്നെ 3 രാജ്യങ്ങളായിട്ടാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. ജപ്പാൻ മാർക്കറ്റിലുള്ളൊരു ഇടിവും ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്. ഭീകരമായിട്ടുള്ളൊരു ന്യൂസിലേക്ക് പോകുന്നില്ല. 2 കാരണങ്ങളാണ് ഉള്ളത്. സ്റ്റോക്കിൻ്റെ ന്യൂസ് നാളെ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരിക്കാം.
ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എല്ലാം തന്നെ വലിയൊരു പാനിക്കായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ ഞാൻ കൂടുതൽ ഭീതിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ. നാളെ മാർക്കറ്റ് ഇടിയും, മാർക്കറ്റ് വലിയൊരു ഇടിവിലേക്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ സംഭവിച്ചിട്ടുള്ളത് ഒരു ആഴ്ച മുമ്പേ തന്നെ ഞാൻ പറഞ്ഞും പറയാതെയും ചെറിയ ഹിൻറ്റും തന്നും തരാതെയും നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പോലും അല്ലെങ്കിൽ ആരും വിചാരിക്കാത്ത കാര്യമാണ് മാർക്കറ്റ് ഫോൾ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ എനിവേ എല്ലാം തിരിച്ചു വരും എന്നുള്ളത് പ്രതീക്ഷിക്കാം. ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. നെഗറ്റീവ് ആവേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയാണ് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യുക. പാനിക് സെല്ലിങ് ഈ രീതിയാണ് ഉണ്ടാവുക. അപ്പോൾ അത് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് മേ ബി അത് അറിയണമെന്നില്ല. പക്ഷേ മാർക്കറ്റ് റിയാക്ട് ചെയ്യപ്പെടുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയോടെ നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റിൽ കാണാം. താങ്ക് യു.